മലപ്പുറം താനൂരിൽ +2 വിദ്യാർത്ഥിനികളെ കാണാതായി. ഇന്നലെയാണ് ഇരുവരെയും കാണാതായത്. ദേവദാർ ഹയർ സെക്കൻഡറി സ്കൂളിലെ ഫാത്തിമ, ഷഹദ, അശ്വതി എന്നിവർക്കായി പോലീസ് അന്വേഷണം തുടരുകയാണ്. കോളേജ് പിള്ളേരെ ഓടിച്ചിട്ട് കിട്ടാൻ ബുദ്ധിമുട്ട് ചേട്ടാ, എനിക്ക് അനുഭവം ഉണ്ടെന്നേ. മലപ്പുറം താനൂരിൽ നിന്ന് കാണാതായ വിദ്യാർത്ഥിനികളെ കണ്ടെത്തി. കരയണ്ടാട്ടോ, ഞാൻ ഇവിടെ ഉണ്ട്. മുംബൈ ലോനാവാലയിൽ നിന്നാണ് ഇരുവരെയും കണ്ടെത്തിയത്. ഞാനങ്ങനെ ഇവിടെ എത്തി സാർ, കാറ്റിൽ ഇങ്ങനെ ഒഴുകി വന്ന് അവരെ നാട്ടിലേക്ക് കൊണ്ടുവരാനുള്ള തയ്യാറെടുപ്പിലാണ്. എല്ലാത്തിനും പിടിച്ചകത്തിട്ട് ചന്തിക്കിട്ട് നാല് പൊട്ടിക്കണം. വീട്ടുകാരുടെ ഉപദ്രവം സഹിക്കാൻ കഴിയാതെയാണ് നാട് വിട്ടതെന്നാണ് പെൺകുട്ടികൾ പറയുന്നത്. വീട്ടിലേക്ക് തിരിച്ചു പോകാൻ താല്പര്യമില്ലാത്ത രീതിയിലാണ് അവർ സംസാരിക്കുന്നത്. ഇനി നീയും കൂടി ആയാൽ എനിക്ക് താങ്ങാനാവില്ല. വീട്ടിൽ പോ. ഇനി ഞാനില്ല അങ്ങോട്ട്, അതിനേക്കാൾ ഭേദമായി. എവിടെ ആ മാവിന്റെ കൊമ്പത്ത് തൂങ്ങണതാ. എന്തായാലും പെൺകുട്ടികളിൽ ഒരാൾ സംസാരിക്കുന്നതിന്റെ വോയിസ് ക്ലിപ്പ് വന്നിട്ടുണ്ടെന്ന് ഞാൻ പറഞ്ഞല്ലോ. അത് അതിൽ കൊടുത്ത വയസ്സല്ലേ ഞങ്ങളത്. ഞങ്ങൾക്ക് 17 കഴിഞ്ഞ് 18 ആയി. 18 വയസ്സ് ഒരു ദിവസമായി. നമുക്ക് പക്വതയായി. പക്ഷെ അവര് ഞങ്ങൾ കിട്ടാൻ വേണ്ടിട്ട് അതിൽ അങ്ങനെ കൊടുത്തതാണ്. ഓ അത് ശരി, അത് ശരി. വാഴയും വെച്ചാ മതിയായിരുന്നു. നിങ്ങൾ +1 +2 നമ്മള് ഞങ്ങൾ +2 കഴിഞ്ഞിപ്പോ. +2 കഴിഞ്ഞല്ലേ? നീ ഒന്നും പഠിച്ചിട്ട് ഒരു കാര്യമില്ല, വെറുതെ കോളേജിന്റെ പേര് കളയാനായിട്ട്. ഞാൻ പറയണേ, ഇവരിപ്പോ നമ്മളായിട്ട് 4-4 ദിവസം നിലവിൽ നിൽക്കും. അത് കഴിഞ്ഞ് വീണ്ടും ഇവർ ആദ്യത്തെ അതേ സ്വഭാവത്തേക്ക് വരും. നമ്മൾ അടിക്കലായാലും എല്ലാം തന്റെ നന്മയ്ക്കായിരുന്നുവെന്ന് പിന്നീട് ബോധ്യമാവും. എനിക്കൊരു രഹസ്യം പറയാനുണ്ട്, അത് കേട്ട് നിങ്ങളാരും നെറ്റരുത്. എന്റെ അയൽവാസിയാണ് ഈ സംസാരിക്കുന്ന പെൺകുട്ടി. ഈ കുട്ടിക്ക് ആണ് വീട്ടിൽ ഫുൾ റോള്. ഈ കുട്ടി പറയും പോലെയാണ് വീട്ടുകാർ കേൾക്കൽ. വീട്ടിൽ ഒരു പ്രോബ്ലവും ഇല്ല. കള്ളമാണ് ഇവൾ പറയുന്നത്. ഇവൾ ഫ്രീഡം കൂടിയ പ്രോബ്ലം. കഴിഞ്ഞ ദിവസം കാണാതായ 2 കുട്ടികളിൽ ഒരാളുടെ പിതാവാണ് എനിക്കൊപ്പം ഉള്ളത്. കുറെ നാളായി ഇത് തുടങ്ങിയിട്ട്. ഇന്ന് എനിക്ക് രണ്ടിലൊന്നറിയണം. എന്റെ തലമുടി സ്ട്രെയിറ്റൻ ചെയ്യണം, വെട്ടണം എന്നൊക്കെ അവർ പറഞ്ഞിരുന്നു. പക്ഷെ വാപ്പ അത് അംഗീകരിച്ചിരുന്നില്ല എന്നുള്ളതാണ് വസ്തുത. ഇതൊന്നും കാണുന്നത് എനിക്ക് ഇഷ്ടമല്ല. നമ്മള് അത് ചെയ്യണ്ടെന്ന് പറഞ്ഞിരുന്നു. അതാണ് അവർ തമ്മിലുള്ള ഒരു വിരോധം ഉണ്ടായിരുന്നത്. എഡ്യൂക്കേഷൻ തീരില്ലാത്തോണ്ടാ. അത് അവര് പോയിട്ട് നമ്മളൊക്കെ മുൻമുനയിൽ നിർത്തിയിട്ട് അവരെ കാര്യം സാധിപ്പിച്ച്. എന്ത് കോമാളിത്തരം കാണിക്കുമല്ലേ. ഇതൊക്കെ കോമാളിത്തരമാണെന്ന് മനസ്സിലാക്കാനുള്ള തിരിച്ചറിവുണ്ടെങ്കിലല്ലേ. കുട്ടികള് പൂർണ്ണമായും കുറ്റപ്പെടുത്തുന്നത് മാതാപിതാക്കളെയാണ്. അവരുടെ ചങ്ക് പറിച്ച് കാണിച്ച അയ്യേ ചെമ്പരത്തി പൂവല്ലേ എന്ന് ചോദിക്കുന്ന വർഗമാണ്. സ്വാതന്ത്ര്യത്തിന് നിഷേധിക്കുന്നു. ലേഡീസിന് പൊതുവായിട്ട് വേണ്ടത് ഫ്രീഡം ആണ്. ജീവിതത്തിന്റെ രണ്ടറ്റം കൂട്ടിക്കൊണ്ടിരിക്കാൻ നടക്കുമ്പോ ഇത്രയും പൈസ ഒക്കെ ചെലവാക്കുക എന്ന് പറഞ്ഞാൽ ഒരു ബുദ്ധിമുട്ടുള്ള കാര്യം തന്നെയാണ്. അതൊന്നും പറഞ്ഞാൽ മനസ്സിലാവില്ല, ആർക്കും മനസ്സിലാവില്ല. അവർക്ക് എന്തെങ്കിലും തരത്തിലുള്ള മുടി സ്ട്രെയിറ്റ് ചെയ്യണം, മുടി വെട്ടണം, മറ്റുള്ള തുടങ്ങിയ കുറെ കാര്യങ്ങളൊക്കെ വീട്ടിൽ പറയുന്ന സമയത്തും ഈ നോമ്പ് കാലത്തും വീട്ടുകാരൊന്നും സമ്മതിച്ചിട്ടില്ല, അനുവദിച്ചിട്ടില്ല. ഈ നിനക്ക് ഇഷ്ടമുള്ള ജീവിക്കാർമാനെ മറ്റുള്ളവർ അവർക്ക് ഇഷ്ടമുള്ള ജീവിക്കട്ടെ. ഞാൻ ആ വിശ്വാസക്കാരനാ. ഈ കാര്യത്തിൽ അനന്തരം ഞാൻ പിന്താങ്ങും.